2019 രാജ്യത്ത് വന്ന ഏറ്റവും വലിയ പഠന റിപ്പോർട്ടാണ്. ഈ പഠന റിപ്പോർട്ടിൽ മയക്കുമരുന്നിന്റെ ഉപഭോഗം ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ്. 2024 25,000 കോടി രൂപയുടെ മയക്കുമരുന്നാണ് ഈ ഇന്ത്യയിൽ പിടിച്ചിരിക്കുന്നത്. അതായത് എല്ലാ സംസ്ഥാനത്തും കൂടി 25,000 കോടി രൂപയുടെ മയക്കുമരുന്ന്. ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് മയക്കുമരുന്നിന്റെയും മറ്റു ലഹരികളുടെയും ഉപഭോഗമുള്ള സംസ്ഥാനം കേരളമാണ്. അതാ നിന്റെ വിഷമം. കേരളത്തിലെ അമ്മമാർ എന്ത് ചെയ്യണം? കേരളത്തിലെ കുട്ടികളുടെ കയ്യിൽ ലഹരിമരുന്ന് എത്തുന്നു. സ്കൂളുകളിൽ പോലും തൊട്ടടുത്ത് ലഹരിമരുന്ന് വ്യാപകമാണെന്ന് താങ്കൾ തന്നെ ഇപ്പോൾ പറഞ്ഞു. സഭയിൽ മുഖ്യമന്ത്രി അടക്കം എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. താങ്കൾ ഇപ്പോൾ പറയുന്ന ഈ താരതമ്യ കണക്കുകളുണ്ടല്ലോ, അത് കേരളത്തിലെ അമ്മമാർ എന്ത് ചെയ്യണം? ആ കണക്ക് കൊണ്ട് അവരെന്ത് ചെയ്യണം? മോനെ സാറി ചോദിച്ചു ഉത്തരം കൊടുക്ക്. ആ കണക്ക് കൊണ്ട് അവരെന്ത് ചെയ്യണം? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഉണർന്നു പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സംസ്ഥാനമായി കേരളം മാറുന്നത്. 25 ജനുവരി കേരളത്തിലെ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സംസ്ഥാനമായതുകൊണ്ട് ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നും ഇനിയും ഈ കഴിഞ്ഞ ഒരു മാസം മുഴുവൻ ലഹരി മരുന്നിന്റെ പേരിൽ കണ്ണീര് കുടിച്ച കുടുംബങ്ങളിലെ അമ്മമാരെന്ത് ചെയ്യണം? അച്ഛന്മാരെന്ത് ചെയ്യണം? ആ കുടുംബങ്ങളിലെ അംഗങ്ങൾ എന്ത് ചെയ്യണം? നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? ഈ കണക്കുകൊണ്ട് ശ്രീ അരുൺകുമാർ ഒന്ന് പറഞ്ഞു തരാമോ? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. താങ്കൾ ശിശുക്ഷേമ സമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം കൈകാര്യം ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. ഈ കണക്കുകൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്ത് ചെയ്യുമല്ലേ? എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത് പറയാൻ കഴിയും. ഇപ്പോ ചില സിനിമകളുണ്ട് ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലുന്ന, നമ്മളെയാണല്ലോ മച്ചമ്പി. ഏറ്റവും കൂടുതൽ അക്രമം സംഘടിപ്പിക്കുന്ന ആള് ഹീറോയായി മാറുന്ന സിനിമയ്ക്ക് വലിയ പ്രചരണം കിട്ടുകയാണ്. സിനിമയുടെ തലയിൽ മാത്രം വെക്കുന്നത് അല്ല, പിന്നെ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവന്റെ മെക്കിട്ട് കയറാ. എന്താ ഒരു സംശയം കേൾക്കട്ടെ. അതായത് ഇപ്പോൾ ശ്രീ അരുൺകുമാറും ആദ്യം സിനിമയിലേക്ക് പോയി അല്ലെ? ഏറ്റവും ആദ്യം താങ്കളും പോയത് സിനിമയിലേക്കാണ്. സിനിമയിൽ അക്രമവാസന പ്രോത്സാഹിപ്പിക്കുന്നു. അത് കാണുന്നതോടുകൂടി എല്ലാവരും അത് ഹീറോ ആയി ഏറ്റെടുക്കുന്നു. രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കുന്നത്? രാഷ്ട്രീയത്തിൽ അക്രമം നടത്തുകയും രാഷ്ട്രീയ കൊലപാതകം നടത്തുകയും ചെയ്ത് ജയിലിൽ പോകുന്നവരെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? പദവി വേറെ, സിനിമ വേറെ. ഇത് ഈ പറഞ്ഞതുപോലെ ഹീറോ ആയിട്ടല്ലേ? അതോ അവരെ എന്നേക്കുമായി ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനും അവർക്കെതിരെ കർശന നിയമ നടപടി എടുക്കാനും അവർക്കെതിരെ ആഹ്വാനം നടത്തുകയുമാണോ നിങ്ങൾ ചെയ്യുന്നത്? അങ്ങനെ പറയരുത്. കാരണന്മാർക്ക് അടുപ്പിലും തൂറാം എന്നാരും പറഞ്ഞു? ഞാൻ പറഞ്ഞു. സിനിമയിൽ ഈ വില്ലത്തരം കാണിക്കുന്നവരെ ഹീറോ ആക്കുന്നു എന്ന് പരിതപിക്കുന്ന താങ്കളും ഇന്ന് താങ്കളുടെ മുഖ്യമന്ത്രി നിയമസഭയ്ക്കുള്ളിലും അക്രമം കാണിക്കുന്ന, പാർട്ടിക്ക് വേണ്ടി അക്രമം നടത്തുന്നവരോട് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? നിങ്ങൾ അക്രമവാസനയെ പ്രോത്സാഹിപ്പിക്കുകയാണോ നിരുത്സാഹപ്പെടുത്തുകയാണോ ചെയ്യുന്നത്? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇതിവിടെ ഈ രാജ്യത്ത് രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ കണക്ക് പറയുമ്പോൾ താങ്കൾ അതിൽ നിന്ന് തെന്നിമാറുന്നു. കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന കണക്ക് ആദ്യം അബ്കാരി കേസ് പറഞ്ഞപ്പോഴേക്കും താങ്കൾ മറ്റു കണക്ക് പറയാൻ അനുവദിക്കാതെ മറുചോദ്യം കണക്ക് കൊണ്ട് എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ചോദിച്ചത്. അതിന് താങ്കൾ മറുപടി പറഞ്ഞാൽ ഞാൻ ഇടപെടില്ല. വിടില്ല, ഞാൻ പറയണ്ട, വിടില്ല ഞാൻ. എന്റെ പൊന്നു ചേട്ടായി, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. എനിക്ക് ഈ വേഷം മാത്രമേ ഉള്ളൂ, ക്ഷമിക്കണം. ഈ കണക്കുകൾ കൊണ്ട് ഈ ദിവസങ്ങളിൽ മുഴുവൻ കേരളത്തിലുണ്ടായ അക്രമ സംഭവങ്ങളിൽ ലഹരി മരുന്ന് ഇടപെട്ടുണ്ടായ സംഭവങ്ങളിൽ ഈ കണക്ക് കൊണ്ട് എന്ത് ചെയ്യണം ശ്രീ അരുൺകുമാർ? അതെനിക്കും അറിയില്ല. കേരളത്തിലെ മനുഷ്യർ എന്ത് ചെയ്യണം? താങ്കൾ ഇപ്പോൾ പറയുന്ന ഈ കണക്കുകൾ കൊണ്ട് കേരളത്തിലെ മനുഷ്യർ എന്ത് ചെയ്യണം? ഈ കണക്കുകൾ ഈ കണക്കുകൾ അത് ഉത്തരം പറ. അത് ഈ കണക്കുകൾ കണക്കുകൾ കൃത്യമായി നമ്മളെല്ലാം മനസ്സിലാക്കണം. പൊതുസമൂഹത്തിൽ നടക്കുന്നത് എന്താണെന്ന് ബോധ്യപ്പെടണം. ഇപ്പൊ ചോദിക്കുന്ന ദയവ് ചെയ്ത് ഒരു കാര്യം മനസ്സിലാക്കൂ. അങ്ങേയറ്റം എത്തിയെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ട് അങ്ങേയറ്റം എത്തി. നമ്മൾ ഈ നാണം കേട്ടല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. കേരളത്തെക്കാൾ കൂടുതൽ ക്രൈം നടക്കുന്നത് ആന്ധ്രാപ്രദേശിലാണെന്നോ പഞ്ചാബിലാണെന്നോ അറിഞ്ഞിട്ട് കേരളത്തിലെ മനുഷ്യർ എന്ത് ചെയ്യണം? നിങ്ങൾ എന്താണ് പറയുന്നത്? ഈ എന്ത് വിട്ടിത്തരമാണ് പറയുന്നത്?
നിങ്ങളോടും പോത്തിനോടും വേദം ഓതിയിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ഞാൻ ഒന്നിനോട്ട് കൊള്ളുകയില്ല. ചുമ്മാ വായിട്ട് വളവളവള അടിച്ചോണ്ടിരിക്കുകയും ചെയ്യും.